18ാമത്തെ വയസ്സിലുണ്ടായ ഒരു ആക്സിഡൻറ്റ് എൻ്റെ ജീവിതം ഒറ്റ നിമിഷം കൊണ്ട് മാറി മറിഞ്ഞു. ആ സമയത്ത് ശരീരത്തിനുണ്ടായിരുന്ന വേദനയേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരുന്നു ഇനി തുടർന്ന് അങ്ങോട്ട് എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യം. ഓപ്പറേഷൻ കഴിഞ്ഞ് കാല് മുറിച്ചു മാറ്റിയതിന് ശേഷമുള്ള മുറിവിൻ്റെ വേദനയൊക്കെ കാലക്രമേണ കുറഞ്ഞു. പക്ഷേ മനസ്സിലെ മുറിവുണങ്ങാൻ ഒരുപാട് സമയമെടുത്തു. ഒരുപാട് ചിന്തകളായിരുന്നു മനസ്സ് നിറയെ. ഇനി എനിക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റുമോ? എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ, അവരൊക്കെ എന്നെ പഴയതുപോലെ കാണുമോ എന്നൊക്കെ. ആദ്യമൊക്കെ ഇത്തരം ചിന്തകൾ കാരണം ഉറങ്ങാത്ത രാത്രികൾ ഒരുപാടായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അതൊരു ശാരീരിക നഷ്ടം മാത്രമായിരുന്നില്ല, എൻ്റെ ആത്മവിശ്വാസം തന്നെ പാടെ നഷ്ടപ്പെട്ടു പോയതുപോലെയായിരുന്നു. നമ്മൾ നമ്മളെ തന്നെ വെറുത്തു പോവുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരവസ്ഥ. എന്നാൽ പതിയെ പതിയെ ഞാൻ മനസ്സിലാക്കി, ഈ വേദന എന്നെ തളർത്താനുള്ളതല്ല, മറിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ശക്തി പകരാനുള്ളതാണ്. മനസ്സിലെ ആ ഭയത്തോടുള്ള ഒരു യുദ്ധമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം. ആക്സിഡൻറ്റിന് ശേഷം ആദ്യ നാളുകളിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഈ നോട്ടവും ചോദ്യവും ഒക്കെ തന്നെയായിരുന്നു. ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കും. പലതരത്തിലുള്ള നോട്ടങ്ങളാണ്. ചിലർ സഹതാപത്തോടെ നോക്കും, ചിലർ എന്തു പറ്റിയെന്ന കൗതുകത്തോടെ തുറച്ചു നോക്കും, മറ്റു ചിലർ അറിയാതെ തന്നെ നമ്മളെ ശ്രദ്ധിക്കും. തുടക്കത്തിൽ ഇത്തരം നോട്ടങ്ങൾ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടതിനെ അവർ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഇത്തരം നോട്ടങ്ങൾ കാരണം ഞാൻ പുറത്തിറങ്ങാതെയിരുന്ന ദിവസങ്ങൾ വരെയുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, എൻ്റെ ജീവിതം തീരുമാനിക്കേണ്ടത് മറ്റൊരാളുടെ കണ്ണുകളല്ല. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുകയാണ്. അവർ നോക്കുകയാണെങ്കിൽ നോക്കട്ടെ, എൻ്റെ സന്തോഷം എൻ്റെ മാത്രം തീരുമാനമാണ്. ഇത്തരമൊരു ചിന്ത വന്നതോടുകൂടി എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയായിരുന്നു. ആത്മവിശ്വാസം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു മാജിക് പോലെ ഉണ്ടാകുന്നതല്ല, അത് കെട്ടിടം പണിയുന്നത് പോലെയാണ്. ഓരോ ഇഷ്ടികയും വെച്ച് വളരെ സൂക്ഷ്മതയോടെ പണിതുയർത്തേണ്ട ഒന്ന്. ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് ബാലൻസ് ചെയ്ത് നിൽക്കാൻ തന്നെ കുറേ സമയമെടുത്തു. പിന്നെ സപ്പോർട്ടിലൂടെ ആദ്യ ചുവട്, വീണ്ടും ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ പയ്യെ പയ്യെ അടുത്ത ചുവടുകൾ. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ വീണ്ടും നടക്കാൻ പഠിച്ചു. ഓരോ ചുവടും എനിക്ക് വളരെ സന്തോഷം തന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഇന്നലെ നടന്നതിനേക്കാൾ ഒരു ചുവടെങ്കിലും ഇന്ന് കൂടുതൽ നടക്കും, ആ ഒരു ചിന്തയാണ് എന്നെ വീണ്ടും വീണ്ടും മുന്നോട്ട് നയിച്ചത്. ഞാൻ പഠിച്ചൊരു പാഠം ഇതാണ്: ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശീലമാണ് ആത്മവിശ്വാസം. ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് ഓടാൻ തീരുമാനിച്ചതാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. നഷ്ടപ്പെട്ട കാൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല, പക്ഷേ ആ നഷ്ടം അതൊരവസരമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും. ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് ആദ്യ മാരത്തൺ ഓടിയപ്പോൾ കിട്ടിയ അനുഭവം അത് വാക്കാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ശാരീരിക വേദനകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനുമപ്പുറം അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പിന്നീട് ബ്ലേഡ് വെച്ച് ഞാൻ ഒരുപാട് മാരത്തണുകൾ ഓടി. ഓട്ടം അത് വെറുമൊരു വ്യായാമം മാത്രമായിരുന്നില്ല, അതൊരു ചികിത്സയായിരുന്നു. എൻ്റെ മനസ്സിലെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ഞാൻ ട്രാക്കിൽ ഓടിത്തോൽപ്പിച്ചു. ഓരോ പരിശീലനവും ഞാൻ എന്നോട് തന്നെ പറയുന്ന വാക്കുകളായിരുന്നു. എനിക്ക് ഒരു കാൽ നഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ ലക്ഷ്യവും എൻ്റെ ധൈര്യവും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ കഥ കേൾക്കുന്ന ഇതുപോലെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങളുടെ വേദന അത് റിയലാണ്. നിങ്ങൾക്ക് വിഷമിക്കാം, നിങ്ങൾക്ക് ഭയപ്പെടാം, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മുന്നിൽ വലിയൊരു ജീവിതമുണ്ട്. അതിനുള്ള ധൈര്യവും ശക്തിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. കുറച്ചു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ഇത്രയും വലിയ പ്രതിസന്ധി അതിജീവിച്ച് മുന്നേറി വന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെന്ന്. ഈ സന്ദേശം ഒരാൾക്കെങ്കിലും പ്രചോദനമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് ശക്തി പകരാം.